ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗാണ്. ഇനി എണീറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി അടുക്കളയ്ക്ക് പോകാൻ നിൽക്കാന് ലൈറ്റ് ഓഫാക്കി. അപ്പോൾ കണ്ടാണ് അപ്പോൾ ഒന്നുകൂടി ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ പുറത്തേക്ക് വന്ന് അടുക്കളയിൽ നിന്ന് എന്നിട്ട് വാതിലൊക്കെ തുറന്ന് വന്ന് ഞാൻ തീ കൂട്ടാൻ നിൽക്കാന്. തീ കൂട്ടലൊക്കെ കഴിഞ്ഞ് വെളുതനങ്ങ നുറുക്കിയിട്ട് ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടേക്കുക. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. ആദ്യത്തെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് ഫുള്ളായി കാണുന്നൊക്കെ ഫേസ്ബുക്കിൽ കാണി. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെറുതെ തുമിക്കാൻ നിൽക്കാൻ ചെറിയ ഉള്ളി പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് ഇളക്കി കൊടുക്കാൻ. എന്തൊക്കെ വിശേഷങ്ങൾ? വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? മർഹബ. വാങ്ങൊടുക്കുമ്പോൾ അഡിറ്റ് സുഖം കൊടുക്കുക. തൂമിക്കന് അതിനുശേഷം വെളുതനങ്ങ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് അത് ഞെയ്ക്കിടുകയാണ്. അതിന് അത്യാവശ്യത്തിലുള്ള ഉപ്പ് ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കായപ്പൊടി. അതിന് ശേഷം നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കുക. എന്തൊക്കെ ഉണ്ട് അടിപൊളി സൂപ്പറായിക്കണേ വെന്തിക്കണേ. അതിന് ശേഷം എൻ്റെ കുളി കഴിഞ്ഞ് മായത്തിലൊക്കെ കഴിഞ്ഞ് ഇനി കടയിലേക്ക് വന്ന് നിൽക്കണ്ട. ഇനി ചോറാക്കാൻ നിൽക്കണേ. ചോറായി. ചോറാക്കി ഇനി ഉപ്പേരി വെക്കാനാ. വഴുതങ്ങ ഉപ്പേരിയാണ്. അതിനുശേഷം ഞങ്ങൾക്കന്ന് ചായക്കറി പുട്ടും പപ്പടം. അത് ചായ കുടിക്കണ്ട കടയിൽ പോകുമ്പോഴത്തേന്. പപ്പടം പുട്ടും പാടെ നല്ല പോലെ കഴിച്ചാണ്ട് നല്ല രസമാണ്. എനിക്കിഷ്ടമാണ് പപ്പടം പുട്ടും. ചിലവിൽ പഴം കൂട്ടും, ചിലവിൽ കറി കൂട്ടും. അങ്ങനെയല്ല, ഞാൻ പപ്പടം കൂട്ടി ഞാൻ ചോറിക്കല്ല പുട്ടുന്നൽ. എനിക്കതാ ഇഷ്ടം. അതിന് ശേഷം ചാവടി കഴിഞ്ഞ് കടയ്ക്ക് പോകാൻ നിൽക്കാൻ. ബൈ എന്നൊക്കെ പറയുന്നത് ഞാൻ. മേക്കപ്പൊന്നും ഇട്ടിട്ടാ, മേക്കപ്പൊന്നും ഇടില്ല ഞാൻ കടയ്ക്ക് പോകുമ്പോൾ. പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നത്. ബൈ. അസ്സലാമു അലൈക്കും.